ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി പുതിയ സർക്കാർ പാടുപെടേണ്ടി വരും. ഇതൊക്കെയാണ് സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ സതീശൻ്റെ കന്നി ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞു. സതീശൻ്റെ കന്നി ബഡ്ജറ്റ്. പക്ഷേ ഖജനാവിൽ 600 കോടി രൂപയുടെ നഷ്ടം വന്നിരിക്കുന്നു കന്നി ബഡ്ജറ്റിലൂടെ. മദ്യ കമ്പനികൾക്ക് ഇളവ് നൽകിയിരിക്കുന്നു സതീശൻ. മദ്യ കമ്പനിക്ക് ഇളവ് നൽകിയതോടെ 100 കോടിയുടെ കച്ചവടം അവർക്ക് അധികം ലഭിക്കും. ഇത് എക്സൈസ് മന്ത്രി എം ലിജുവുമായി ആലോചിക്കാതെ എടുത്ത ഒരു തീരുമാനമാണ്. നികുതി ഘടന പരിശോധിക്കാതെ ഇളവ് കൊടുക്കാനുള്ള സതീശൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എം ലിജു മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യം, അതായത് 0.5 മുതൽ 20% വരെ ആൽക്കഹോളുള്ള മദ്യത്തിന് സെയിൽസ് ടാക്സ് തീരുമാനിച്ചു. ഇതാണ് സതീശൻ പറഞ്ഞത്. പക്ഷേ ലിജു സതീശനെ തിരുത്തിയിരിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്നുള്ളതിന് നയപരമായ തീരുമാനം എടുത്തിട്ടില്ല. ബഡ്ജറ്റിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അതായത് ധനകാര്യമന്ത്രിയുടെ അഭിപ്രായം. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്നുള്ളത് UDF തീരുമാനിക്കും, പാർട്ടി തീരുമാനിക്കും. ഇതാണ് എം ലിജു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നിട്ടുണ്ട്, തീരുമാനം വന്നിട്ടില്ല. തീരുമാനം വരുമ്പോൾ നയപരമായ തീരുമാനം എക്സൈസ് വകുപ്പ് എടുക്കും. അതിനർത്ഥം തൻ്റെ വകുപ്പിൽ കയറി കൈ കടത്തണ്ട എന്നാണ്. സതീശൻ എല്ലാ മന്ത്രിമാരുടെയും വകുപ്പിൽ കൈ കടത്തുന്നുണ്ട്. അതിൽ പലരും അസ്വസ്ഥരാണ്. ഇപ്പോൾ എം ലിജു പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു, തൻ്റെ വകുപ്പിൽ കൈ കടത്തണ്ട എന്ന്. കത്തോലിക്ക സഭ പ്രതിഷേധവുമായി വന്നിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ KCBC വിരുദ്ധ സമിതി പ്രസ്താവനയുമായി വന്നു സതീശൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് എതിരെ, മദ്യത്തെക്കുറിച്ചുള്ള ബഡ്ജറ്റ് നയത്തിന് എതിരെ. അതായത് അവർ പറയുന്നത്, ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നത് ഒരുപാട് മദ്യപരെ കേരളത്തിൽ സൃഷ്ടിക്കാൻ കാരണമാകും. സ്ത്രീകളടക്കമുള്ളവരെ മദ്യാസക്തിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ വീര്യം കുറഞ്ഞ മദ്യം സുലഭമാക്കാനുള്ള തീരുമാനം സതീശൻ പിൻവലിക്കണം എന്നാണ് കത്തോലിക്ക സഭയുടെ സംഘടനയായ KCBC മദ്യവിരുദ്ധ സമിതി പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയിൽ ചർച്ച ചെയ്യാതെ മദ്യ കമ്പനികൾക്ക് ഇളവ് നൽകണമെങ്കിൽ എന്താണ് സതീശന് കിട്ടിയത് എന്ന ചോദ്യം ചോദിച്ചിരിക്കുന്നത് മുൻ എക്സൈസ് മന്ത്രി MP രാജേഷാണ്. മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും സതീശൻ്റെ ഈ നയത്തിനെതിരെ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. മദ്യ കമ്പനികളും സതീശനും തമ്മിൽ അനധികൃതമായ ഇടപാടുകൾ നടന്നുപോകും എന്ന ചോദ്യം ബാക്കിയാകുന്നു. എം ലിജു സതീശനെ തള്ളിപ്പറഞ്ഞത് UDFൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ പുതിയ പോർമുഖം തുറക്കുന്നതിൻ്റെ സൂചനയാണ്. കോൺഗ്രസ് മന്ത്രിമാർ സതീശൻ്റെ ഏകാധിപത്യ പ്രവണത ഇഷ്ടപ്പെടുന്നില്ല. മുസ്ലിം ലീഗ് മന്ത്രിമാരാകട്ടെ ആകെ മൊത്തം പ്രതിസന്ധിയിലും ആണ്. മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്. പക്ഷേ PM ശ്രീ നടപ്പിലാക്കിയത് ആ വിദ്യാഭ്യാസ മന്ത്രിയെ നോക്കുകുത്തി ആക്കിക്കൊണ്ടാണ് സതീശൻ PM ശ്രീ നടപ്പാക്കിയത്. ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് മന്ത്രിമാർക്ക് അമർഷമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, സമസ്ത പോലുള്ള സംഘടനകൾ മുസ്ലിം ലീഗിനെ വലിയ സമ്മർദ്ദത്തിൽ ആക്കുന്നുണ്ട്. PM ശ്രീ എടുത്ത് അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞ KM ഷാജിയൊക്കെ ഇനി ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെ പോകും, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് മുമ്പിൽ എങ്ങനെ പോകും എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. സതീശൻ PM ശ്രീയുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും എം ലിജു ശക്തമായ പ്രതിഷേധമാണ് സതീശനെതിരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ ഉള്ളിലെ അമർഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതോടെ സതീശനുമായി ഒരു തുറന്ന ഏറ്റുമുട്ടലിന്
തയ്യാറാണെന്ന് ലിജു വ്യക്തമാക്കി കഴിഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യം സുലഭമായി വിറ്റഴിച്ചാൽ പുതിയ തലമുറ മദ്യത്തിന് അഡിക്റ്റാകും എന്നുള്ള KCBC മദ്യവിരുദ്ധ സമിതിയുടെ പ്രസ്താവന ശ്രദ്ധേയമാണ്. അതിലേറെക്കുറെ കാര്യവുമുണ്ട്. സ്ത്രീകളടക്കം മദ്യപിക്കുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു. ബാറിൽ പോയി മദ്യപിക്കാൻ സ്ത്രീകൾക്ക് ഒരു മടിയുമില്ലാത്ത നാട്. സ്ത്രീകളെയൊക്കെ മദ്യാസക്തരാക്കാനും കുട്ടികളെ മദ്യപിച്ച് പഠിപ്പിക്കാനും മദ്യപാനം പഠിപ്പിക്കാനും ഒക്കെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ, ആൽക്കഹോൾ കുറവുള്ള മദ്യത്തിൻ്റെ ആൽക്കഹോൾ കുറഞ്ഞ മദ്യത്തിൻ്റെ വിതരണം മൂലം ഉണ്ടാകുന്ന അപകടമാണ്. സതീശൻ മദ്യ കമ്പനികൾക്ക് വേണ്ടി ഈ ഒത്താശ ചെയ്യുമ്പോൾ മദ്യ കമ്പനികളിൽ നിന്ന് സതീശന് എന്ത് കിട്ടി എന്ന MP രാജേഷിൻ്റെ, പിന്നെ എക്സൈസ് മന്ത്രി MP രാജേഷിൻ്റെ ചോദ്യം പ്രസക്തമാകും.